എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ വിശദീകരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ക്ഷീര കർഷകരുടെ ഏറ്റവും വലിയ സമ്പത്തായ പശുക്കൾക്ക് ഒരു സംരക്ഷണം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഗോസമൃദ്ധി NLM എന്ന വളരെ ലളിതമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ തൊഴുത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൂടുതൽ പാൽ തരുന്ന ആ പശുവിനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വരുമാനത്തെ അതെങ്ങനെ ബാധിക്കും? വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയല്ലേ അത്? ഈ വലിയ പ്രതിസന്ധി എങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാമെന്ന് നോക്കുന്നതിനു മുൻപായി ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ക്ഷീരകർഷകരുടെ വരുമാനം എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സാധാരണക്കാരായ കർഷകർക്കായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിടിലൻ പരിഹാരമാണിത്. ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും വലിയ പ്രൈവറ്റ് കമ്പനിയുടെ പോളിസിയാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തുചേർന്ന് നടപ്പിലാക്കുന്ന ഒരു ഉറപ്പായ പദ്ധതിയാണിത്. ക്ഷീരകർഷകർക്കൊരു ടെൻഷനുമില്ലാതെ സമാധാനമായി ഉറങ്ങാനും അവരുടെ ഉപജീവനമാർഗം സുരക്ഷിതമാക്കാനും വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒന്നാണിത്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് പരിരക്ഷ നൽകുന്നത്? വളരെ ലളിതമാണ്. പശുക്കൾക്ക് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടമരണങ്ങൾ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥ പോലെയുള്ള പൂർണ്ണമായ അംഗവൈകല്യങ്ങൾ, അതുമല്ലെങ്കിൽ പെട്ടെന്ന് പാലുൽപാദനം കുറയുകയോ പൂർണ്ണമായി നിന്നുപോവുകയോ ചെയ്യുന്ന അവസ്ഥ, ഇതിനെല്ലാമുള്ള പൂർണ്ണ പരിരക്ഷ ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ചെറിയ ചിലവും വലിയ നേട്ടവും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. 85%. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആകെ വരുന്ന ഇൻഷുറൻസ് തുകയുടെ 85%വും സർക്കാരാണ് അടയ്ക്കുന്നത്. കർഷകർ വെറും 15% തുക മാത്രം സ്വന്തം കയ്യിൽ നിന്ന് എടുത്താൽ മതി. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതൊരു സാധാരണ കർഷകന് എത്രമാത്രം ലാഭമാണെന്ന് ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. പരമാവധി 65,000 രൂപ വില വരുന്ന ഒരു പശുവിനെ ഒരു വർഷത്തേക്ക് ഇൻഷൂർ ചെയ്യാൻ നിങ്ങൾ വെറും 439 രൂപ അടച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുടുംബമായി പുറത്തുപോയി ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവല്ലേ ഇത്? ഇനി 3 വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വെറും 1073 രൂപ മാത്രം നൽകിയാൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം, എന്റെ പശുവിന് 65,000 രൂപയിൽ കൂടുതൽ വിലയുണ്ടെങ്കിലോ എന്ന്. ഉദാഹരണത്തിന് 1,00,000 രൂപ വിലയുള്ള പശുവാണെങ്കിൽ ആ ബാക്കി വരുന്ന 35,000 രൂപയ്ക്കുള്ള ചെറിയൊരു തുക കൂടി നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആ വിലപിടിപ്പുള്ള പശുവിനും പൂർണ്ണമായ കവറേജ് ലഭിക്കും. വളരെ സിമ്പിൾ. ഈ പദ്ധതിയുടെ ഇരട്ട സംരക്ഷണം എത്ര മികച്ചതാണെന്ന് ഈയൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് അഥവാ PAC എന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നൊരു അധിക ആനുകൂല്യമാണ്. ഇത് പശുവിനെ മാത്രമല്ല ഉടമയെയും സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. കർഷകൻ എന്തെങ്കിലും ഗുരുതരമായ അപകടം സംഭവിക്കുകയോ മറ്റോ ചെയ്താൽ പരമാവധി 5 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന മികച്ചൊരു സംവിധാനമാണിത്. ശരി, മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക? ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. വളരെ ലളിതമായ പ്രായപരിധികളാണ് ഇതിനുള്ളത്. പശുക്കൾക്കും എരുമകൾക്കും 2 മുതൽ 10 വയസ്സുവരെയാണ് പ്രായം വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഉടമസ്ഥർക്കുള്ള അപകട ഇൻഷുറൻസ് കൂടി വേണമെന്നുണ്ടെങ്കിൽ കർഷകന്റെ പ്രായം 18-നും 70-നും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ ദിവസവും എത്ര പാൽ ലഭിക്കണം എന്നതിലും ചെറിയൊരു നിബന്ധനയുണ്ട്. നമ്മുടെ സങ്കരയിനം പശുക്കൾ ദിവസവും 7 ലിറ്ററിൽ കൂടുതൽ പാൽ തരുന്നവയായിരിക്കണം. എന്നാൽ നാടൻ പശുക്കളാണെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് 1 ലിറ്റർ പാൽ നൽകിയാൽ മതിയാകും. ഇതിൽ നിങ്ങളുടെ പശു ഏത് വിഭാഗത്തിലാണോ വരുന്നതെന്ന് നോക്കി ഉറപ്പുവരുത്തുക. ഇനി ഗർഭിണിയായ പശുക്കൾക്കോ കറവ പറ്റിയ പശുക്കൾക്കോ ഈ ഇൻഷുറൻസ് ലഭിക്കുമോ എന്നൊരു ചോദ്യം വരാം. തീർച്ചയായും ലഭിക്കും. പക്ഷേ അവ ഗർഭാവസ്ഥയുടെ അവസാനം 3 മാസങ്ങളിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഗർഭിണിയായ പശുക്കളുള്ള കർഷകർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി അവസാനമായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഈ വിശദീകരണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിവ. ഇതിനായി വളരെ എളുപ്പമുള്ള 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ആദ്യം, നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ പോയി വെറ്ററിനറി ഡോക്ടറെ കൊണ്ട് പശുവിനെ പരിശോധിപ്പിച്ച് ഒരു ആരോഗ്യ സർട്ടിഫിക്കറ്റ് വാങ്ങുക. രണ്ടാമതായി, പശുവിന്റെ ചെവിയിൽ 12 അക്കങ്ങളുള്ള ഒരു UID അല്ലെങ്കിൽ RFID ടാഗ് ഘടിപ്പിക്കുക. മൂന്നാമതായി, പശുവിനെയും ആ ചെവിയിലെ ടാഗും വ്യക്തമായി കാണുന്ന രീതിയിൽ നല്ല കുറച്ച് ഫോട്ടോകൾ എടുക്കുക. ഇത്രയുള്ളൂ കാര്യം. വളരെ എളുപ്പമല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരൊറ്റ കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ. ഒരു വർഷത്തേക്ക് വെറും 439 രൂപ ചിലവാക്കാൻ മടിച്ച് നിങ്ങളുടെ ഉപജീവന മാർഗമായ ഇത്രയും വിലപിടിപ്പുള്ള പശുവിന് ഈ സുരക്ഷ നൽകാതിരിക്കുന്നത് വലിയൊരു നഷ്ടമല്ലേ?
ഇത്രയും വലിയൊരു പരിരക്ഷയും സമാധാനവും നൽകുന്ന ഈ പദ്ധതി എല്ലാ കർഷകരും തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. ഇന്നത്തെ ഈ വിശദീകരണം കണ്ടതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് കർഷകരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.